ഹലോ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സിസ്റ്റം കോൾസ് എന്താണെന്ന് കണ്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം കോൾസ് കണ്ടു. അതിലുള്ള ചില സിസ്റ്റം കോൾസൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ലാബിൽ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റം കോള് ഇവിടെ നോക്കിക്കേ, റൈറ്റ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം കോള്. ഇവിടെ ഡിവൈസ് മാനിപ്പുലേഷൻ്റെ അകത്തുള്ള റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോൾ നമുക്ക് ഇവിടെ കാണാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോള്? എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു റിക്വസ്റ്റ് വരുവാണ്. ഇപ്പോൾ യൂസർ പ്രോസസ്സിൻ്റെ ഇപ്പം എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ബഫറിലോട്ട് ഡിസ്പ്ലേ ചെയ്യണം. ബഫറിൽ നിന്ന് റീഡ് ചെയ്ത് മോണിറ്ററിലോട്ട് ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെയൊക്കെ ഒരു കമാൻഡ് വരുമ്പോഴത്തേക്കും ആ ഒരു സർവീസസ് നമ്മൾ ആക്സസ് ചെയ്യുന്ന എവിടെ നിന്നാണ്? യെസ്, കേർണൽ നിന്നാണ്. സോ യൂസർ പ്രോസസ് മസ്റ്റ് റിക്വസ്റ്റ് ദ സർവീസ്. ഓക്കെ, അപ്പം ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ഓഫ് സ്റ്റാൻഡേർഡ് സി ലൈബ്രറി. ആക്ച്വലി ദിസ് ഇസ് എ പോർഷൻ ഓഫ് ദ സിസ്റ്റം കോൾ ഇൻ്റർഫേസ് ഫോർ മെനി വേർഷൻസ് ഓഫ് ലിനക്സ് ആൻഡ് യുണിക്സ്. അപ്പോൾ ഇവിടെ ഒരു സി പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആ സി പ്രോഗ്രാമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേജ് എന്താണ്? യെസ്, പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് യൂസേജ് എന്ന് പറയുമ്പോൾ whatever statement or whatever that is written within the double quotes will print onto the monitor or the output console പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കേസിൽ ഈ സി പ്രോഗ്രാം ഇപ്പോൾ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോക്ക് ചെയ്യുകയാണ്. അപ്പോൾ സി ലൈബ്രറി എന്താ ചെയ്യുന്നത്? ഈ കോളിനെ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു നെസസറി ആയിട്ടുള്ള സിസ്റ്റം കോൾസ് ഇവിടെ നിന്ന് ഇൻവോക്ക് ചെയ്യും. മീൻസ് പ്രിൻ്റ് ഓഫ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഡിവൈസിന് ആവശ്യമാണ്, അല്ലേ? ഔട്ട്പുട്ട് ഡിവൈസിന് ആവശ്യമാണ്. ആ ഒരു റിസോഴ്സിനെ കിട്ടണമെങ്കിൽ ഈ പ്രോസസ്സ് എന്ത് ചെയ്യണം? പ്രോസസ് മീൻസ് റണ്ണിങ് പ്രോഗ്രാം എന്ത് ചെയ്യണം? മസ്റ്റ് റിക്വസ്റ്റ് ദ സർവീസസ്, അല്ലേ, ഫ്രം ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ യൂസർ മോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഈ പ്രോഗ്രാം എന്ത് ചെയ്യും? പ്രിൻ്റ് എഫ് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? സിസ്റ്റം കോളിന് വേണ്ടിയിട്ട് കേർണൽ മോഡിലോട്ടും പോവാണ്. ഓക്കെ, സിസ്റ്റം കോൾസ് ആ ഒരു കേസിൽ ഇവിടുത്തെ സിസ്റ്റം കോൾ എന്താണ്? റൈറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റം കോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? റൈറ്റ് സിസ്റ്റം കോൾ എന്നിട്ട് എന്ത് ചെയ്യും? സോ സി ലൈബ്രറി ഇറ്റ് ടേക്സ് എ വാല്യൂ റിട്ടേൺഡ് ബൈ ദ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് സിസ്റ്റം കോളിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എന്താണ്? ദാറ്റ് ഇറ്റ് പാസസ് ഇറ്റ് ബാക്ക് ടു യൂസർ പ്രോഗ്രാമിന് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻവോക്ക് ചെയ്യുകയാണെങ്കിൽ വിൽ ഇൻടേൺ ഇൻവോക്സ് എ സിസ്റ്റം കോൾ, റൈറ്റ് സിസ്റ്റം കോളിനെ ഇൻവോക്ക് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വിൽ റിട്ടേൺ, ഇവിടെ ഇൻവോക്ക് ചെയ്യും, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ വിൽ റിട്ടേൺ ബാക്ക് ടു ദ യൂസർ പ്രോഗ്രാം. അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് ആർക്ക് കൊടുക്കും? ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻറ്റേർണലി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളൊരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് റൺ ചെയ്യുമ്പോഴത്തേക്കും ഇൻറ്റേർണലി ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സിസ്റ്റം കോൾസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ വിച്ച് പ്രൊവൈഡ്സ് എ ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ പ്രോഗ്രാം ആൻഡ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ യൂസർ പ്രോഗ്രാം യൂസർ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് വേണമെങ്കിൽ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം സർവീസസ് വേണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിസോഴ്സ് അലോക്കേഷൻ ഓർ IO സിസ്റ്റം, IO ഓപ്പറേഷൻസ് ഓർ ഫയൽ സിസ്റ്റം വേണമെങ്കിൽ it must request or it must invoke the system call for that. Okay, and then various types of system calls പഠിച്ചു, then working of the system calls പഠിച്ചു, some of the examples of system calls പഠിച്ചു. ഓക്കെ, നമ്മളത് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് സി ലൈബ്രറിയിൽ അതെങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യണം എന്നുള്ളത് പഠിച്ചു, ഒരു എക്സാമ്പിൾ കണ്ടു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ പറയുന്ന സിസ്റ്റം കോൾസിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. സി പ്രോഗ്രാം ടു ഇംപ്ലിമെൻറ്റ് ദ ഫോളോയിങ് സിസ്റ്റം കോൾസ്. ഓക്കെ.